ഇതാ വരുന്നു 200 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ. ആർബിഐയുടെ നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അംഗീകാരം. 10ന്റെയും 20ന്റെയും പ്ലാസ്റ്റിക് നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുക. കടലാസിന് പകരം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിൽ 10ന്റെയും 20ന്റെയും 100 കോടി വീതം എണ്ണം പോളിമർ നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുക. പരീക്ഷണം വിജയിച്ചാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ വ്യാപകമാക്കും. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയായാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് പദ്ധതിയിടുന്നതായി കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കടലാസ് നോട്ടുകളെ അപേക്ഷിച്ച് പോളിമർ നോട്ടുകൾ കൂടുതൽ കാലം ഈടുനിൽക്കും എന്നതാണ് റിസർവ് ബാങ്ക് ഇതിന് ന്യായമായി പറഞ്ഞത്. കൂടാതെ ഉയർന്ന പണവിനിമയം നടക്കുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് അനുയോജ്യമാണ് ഇത്തരം നോട്ടുകളെന്നും RBI പറയുന്നു. പുതിയ നീക്കം കടലാസ് കറൻസിയുടെ അന്ത്യത്തെയല്ല സൂചിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നിലവിലുള്ള കടലാസ് കറൻസികൾക്കൊപ്പമാണ് പ്ലാസ്റ്റിക് നോട്ടുകളും വിനിമയം ചെയ്യപ്പെടുക. പ്ലാസ്റ്റിക് നോട്ടുകൾ എത്തുന്നതിനനുസരിച്ച് കടലാസ് നോട്ടുകൾ നിർത്തലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. കടലാസ് കറൻസികൾ പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റാനുള്ള ആലോചന ഇപ്പോഴില്ലെന്ന് ലോക്സഭയിലെ മറുപടിയിൽ മന്ത്രി പങ്കജ് ചൗധരി വ്യക്തമാക്കി. പോളിമർ നോട്ടുകൾ ഡിജിറ്റൽ പേയ്മെന്റുകളെ ബാധിക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും റിസർവ് ബാങ്ക് പറയുന്നു. നോട്ടുകൾ പ്രചാരത്തിലെത്തിയ ശേഷമേ ഇക്കാര്യം വിലയിരുത്താൻ കഴിയൂ. കറൻസികളും ഡിജിറ്റൽ പേയ്മെന്റും പരസ്പര പൂരകമായ പണവിനിമയ രീതികളാണെന്നും അവ തുടർന്നും നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും RBI പറഞ്ഞു. ആഗോളതലത്തിൽ ഓസ്ട്രേലിയയാണ് പോളിമർ കറൻസി ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത്. 1988. നിലവിൽ 60ഓളം രാജ്യങ്ങൾ പ്ലാസ്റ്റിക് കറൻസി ഉപയോഗിക്കുന്നുണ്ട്. 2025-2026 സാമ്പത്തിക വർഷം കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ 4875.2 കോടി രൂപയാണ് ചെലവാകുന്നത്. തൊട്ട് മുൻ വർഷം ഇത് 6372 കോടിയായിരുന്നു. 2025-2026 സാമ്പത്തിക വർഷം 1702 കോടി മുഷിഞ്ഞ നോട്ടുകൾ പൊതുവിപണിയിൽ നിന്നും പിൻവലിച്ച് RBI നശിപ്പിച്ചിരുന്നു. 2024-2025 വർഷത്തിൽ ഇത് 2386 കോടി എണ്ണമായിരുന്നു. ഏതായാലും പുതിയ 200 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ വരാൻ പോകുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കുകയാണ്. RBI നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ എന്താണെന്നുള്ളത് ചോദ്യത്തിന് മറുപടിയായി നൽകിക്കഴിഞ്ഞു. ഏതായാലും RBIയുടെ നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിച്ചതോടെ അധികം വൈകാതെ 10ന്റെയും 20ന്റെയും പ്ലാസ്റ്റിക് നോട്ടുകൾ ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുമെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്.